ഹലോ, ഞാനിന്ന് വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ട മഷ്റൂമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മഷ്റൂം ഉണ്ടാക്കുമ്പോൾ തക്കാളി സവാളയൊക്കെ വഴറ്റി അതിലേക്ക് മഷ്റൂം അരിഞ്ഞത് ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറ്. പക്ഷേ അതിനേക്കാളും നല്ലൊരു റെസിപ്പി ആയിട്ട് എനിക്കിപ്പോൾ ഈ റെസിപ്പിയാണ് തോന്നുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മളാദ്യം മഷ്റൂമിൻ്റെ തൊലിയൊന്നും ഇതുപോലെ കളയാറില്ല. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് മഷ്റൂമിൻ്റെ തൊലി കളയേണ്ടത്. പക്ഷേ ഞാൻ ആദ്യം കളയാറില്ലെങ്കിലും ഇങ്ങനെ കളയുന്നത് നല്ലതായിരിക്കും ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ തൊലി കളയാറുണ്ട് കേട്ടോ. പിന്നെ മഷ്റൂം എന്ന് പറയണത് 2 ടൈപ്പ് അവൈലബിൾ ആണ്. ഒരെണ്ണം ഇങ്ങനത്തെ മഷ്റൂം, പിന്നെ വേറൊരു ടൈപ്പും കൂടിയും കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ബട്ടൺ മഷ്റൂം അല്ലേ. മറ്റേ മഷ്റൂം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ആ മഷ്റൂം കിട്ടുകയാണെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ മഷ്റൂം ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഇട്ടിട്ട് നന്നായി വരട്ടിയെടുക്കാം. അപ്പോൾ അത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ സാൻഡ്വിച്ചായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ മഷ്റൂം നുറുക്കിയെടുത്തത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അത്രയും ചേർത്തിട്ട് ഉണ്ട്. അതിലേക്ക് തന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ട് അത് ചതച്ച് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതിൽ കൂടുതൽ എരിവ് കുരുമുളകിൻ്റെയാണ് ഉണ്ടാവുക. 1/2 കപ്പ് നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. നമുക്ക് നാളികേരപ്പാൽ ഇല്ലെങ്കിൽ വെള്ളത്തിൽ വേണമെങ്കിലും വേവിക്കാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക നാളികേരപ്പാൽ ഒഴിക്കുമ്പോഴാണ് എന്ന് മാത്രം. അപ്പം നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ അത് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മഷ്റൂം വെന്തിട്ടുണ്ട്. അത് മാറ്റി കഴിഞ്ഞിട്ട് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഒരു സവോള അരിഞ്ഞത് കൂടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇങ്ങനത്തെ ഡിഷിലൊന്നും പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. തക്കാളി താല്പര്യമുണ്ടെങ്കിൽ അതും കൂടിയും ചേർക്കാം. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇത് ചപ്പാത്തിക്കും ചോറിനും ബ്രെഡിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതുപോലെ മഷ്റൂം വെച്ച് നോക്കാത്തവർ എന്തായാലും ഇതുപോലെ വെച്ച് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം താങ്ക് യു.